പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് 16ാമത്തെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കഥയിൽ പ്രധാന കഥാപാത്രങ്ങൾ ഒരു കുരുവിയും ആനയുമാണ്. അപ്പോൾ നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു വനത്തിൽ ഒരു മരത്തിന്മേൽ ഒരു കുരുവി താമസിച്ചിരുന്നു. കുരുവിയുണ്ട്, കുരുവിയുടെ ഭർത്താവായ ആൺകുരുവിയുണ്ട്, കുരുവി മുട്ടയിട്ട് വിരിയാറായ മുട്ടയുണ്ട്. ഇങ്ങനെ അവർ സന്തോഷത്തോടെ അവിടെ താമസിക്കുമ്പോൾ ഒരു മതവിളകി ഈ കുരുവി വസിക്കുന്ന ഈ മരത്തിന്റെ ചോട്ടിൽ വന്നു. അവൻ മരം പിടിച്ചു കുലുക്കുകയും തുമ്പിക്കൈ കൊണ്ട് കുരുവിയുടെ കൂട് സ്ഥിതി ചെയ്യുന്ന ആ ശിഖരം ഒടിക്കുകയും ചെയ്തു. ആൺകുരുവിക്കും പെൺകുരുവിക്കും പറന്നു മാറാൻ സാധിച്ചു. പക്ഷേ കൂടോടുകൂടി മുട്ട താഴെ വീഴുകയും പൊട്ടി ചെതറി നശിച്ചു പോവുകയും ചെയ്തു. പെൺകുരുവി നിർത്താതെ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവരുടെ ഒരു ഉറ്റ ചങ്ങാതിയായ ഒരു മരംകൊത്തി അവിടെ പറന്ന് എത്തിച്ചേർന്നു. പെൺകുരുവിയുടെ ദുഃഖത്തിന്റെ കാരണം മരംകൊത്തി അന്വേഷിച്ചു. അപ്പോൾ പെൺകുരുവി വേദനയോടെ വിഷമത്തോടെ പറഞ്ഞു, എന്റെ മുട്ട ഈ മതയാന കൊമ്പ് വലിച്ചൊടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഈ ആനയോട് പകരം വീട്ടാതെ, ഇവനെ കൊന്നുകളയാതെ എനിക്ക് സമാധാനം കിട്ടിയില്ല. അപ്പോൾ എന്നും പറഞ്ഞ് ഇവൾ കരച്ചിൽ. അപ്പോൾ മരംകൊത്തി പറഞ്ഞു, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അത് നഷ്ടപ്പെട്ടു പോയി, അത് തിരിച്ചു വരില്ല. അതുകൊണ്ട് മുന്നോട്ടുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് ആലോചിച്ച് പ്രവർത്തിക്കേണ്ടത്. വന്നുപോയില്ലേ. അപ്പോ ഇത് കേട്ടപ്പോൾ പെൺകുരുവിക്ക് ചെറിയൊരു സമാധാനമായി. മരംകൊത്തിയുടെ ഉപദേശം, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരഞ്ഞിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല, മുന്നോട്ടുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. ഇത് ശരിയാണെന്ന് ആൺകുരുവിക്കും പെൺകുരുവിക്കും തോന്നി. അപ്പോൾ മരംകൊത്തി പറഞ്ഞു, ദ്രോഹിച്ചവനോടും കഷ്ടകാലത്ത് പരിഹസിച്ചവനോടും പകരം വീട്ടുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഉത്തമ സുഹൃത്തുക്കളെ കണ്ടെത്തി എങ്ങനെ ഈ ആനയെ വകവരുത്താം എന്നാണ് ആലോചിക്കേണ്ടത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുസരണയുള്ള ഭൃത്യൻ, പിതൃഭക്തനായ പുത്രൻ, ഇഷ്ടപത്നി, ഇവരൊക്കെയാണ്, അതുപോലെ നല്ല സുഹൃത്തുക്കൾ, ഇവരൊക്കെയാണ് ആപത്ത് കാലത്ത് ഉപകരിക്കുക. ആപത്ത് കാലത്ത് ഉപകരിക്കുന്ന ബന്ധുവിനെ കൊണ്ട്, സുഹൃത്തിനെ കൊണ്ടേ കാര്യമുള്ളൂ, അവരാരാണെങ്കിലും. അതുകൊണ്ട് ഞാനൊരു ഉപായം പറയാം. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഒരു തേനീച്ച. അവളൊരു മഹാമിടിക്കുകയാണ്. അതങ്ങനെയാണല്ലോ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ ഇരട്ടി ബുദ്ധിയുണ്ട്, ഇരട്ടി ഭക്ഷണം കഴിക്കും, 4 ഇരട്ടി കൗശലമുണ്ട്, 6 ഇരട്ടി കൂർമ്മബുദ്ധിയുണ്ട്, 8 ഇരട്ടി സുഖലോലുപതയുണ്ട്. ഇങ്ങനെയുള്ള സവിശേഷതകളുള്ളതാണ് സ്ത്രീജനങ്ങൾ. അങ്ങോട്ട് നമുക്ക് എൻ്റെ കൂട്ടുകാരിയായ തേനീച്ചയോട് ആലോചിക്കാം. അപ്പോൾ ഈ ആൺകുരുവിയും പെൺകുരുവിയും അവരുടെ സുഹൃത്തായ മരംകുത്തിയെ കൂട്ടി തേനീച്ചയുടെ അടുത്ത് ചെന്നു. തേനീച്ച പറഞ്ഞു, ഒരു ഉപായം പറഞ്ഞു, ഞാനൊരു സൂത്രം പറയാം. ഞാൻ പോയി എൻ്റെ ഒരു സുഹൃത്ത് ഒരു തവളയുണ്ട്, തവളയോടും കൂടി ആലോചിക്കാം. അപ്പോൾ ഇവരെല്ലാവരും കൂടി തവളയുടെ അടുത്ത് ചെന്നു, തവളയായിട്ട് കൂടിയാലോചന നടത്തി. അപ്പോൾ അങ്ങ് അവരൊരു തീരുമാനം എടുത്തു. തേനീച്ച പോയി ആനയുടെ ചെവിയിൽ പോയിരുന്ന് സുന്ദരമായിട്ട് പാടുക, മൂളുക. ആന അതിൽ ലയിച്ചിരിക്കുമ്പോൾ മരംകൊത്തി പോയി അതിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക. പിന്നെ തവളയ്ക്കൊരു ഡ്യൂട്ടി കൊടുത്തു, അതൊരു ചെളിക്കുണ്ടിലിരുന്ന് അത് കാറുക. അപ്പോൾ വെള്ളമുള്ള കുളമാണെന്ന് കരുതി ഈ പൊട്ടക്കണ്ണനായ ആന അവിടെ കുളത്തിലിറങ്ങുകയും, പക്ഷേ കുളമല്ല, അത് ചേറ് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അതിൽ ചേറിൽപ്പെട്ട് കരയ്ക്ക് കയറാനാവാതെ ചത്തുപോക്കുകയും ചെയ്യും. ഇങ്ങനെ അവരെല്ലാവരും കൂടെ തീരുമാനിച്ചുറച്ച് ആനയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. കുരുവികൾ ഒരു മരത്തേലിരുന്നു. തേനീച്ച ആനയുടെ ചെവിയിൽ പോയി ശ്രുതി മീട്ടി. അപ്പോൾ നല്ല ശബ്ദം കേട്ടപ്പോൾ ആന അങ്ങനെ രസിച്ച് മയങ്ങി അതിൽ ലയിച്ചിരുന്നു പോയി. ഈ തക്കം നോക്കി മരംകൊത്തി പോയി ആനയുടെ മസ്തകത്തിൽ കയറിയിരുന്ന്
കണ്ണും കൊത്തിപ്പൊട്ടിച്ചു. കണ്ണ് രണ്ടും പൊട്ടിപ്പോയപ്പോൾ ആനയ്ക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഇവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആ കാട്ടിക്കൂടെ നടക്കാൻ തുടങ്ങി. കലശലായ ദാഹം. എവിടുന്ന് വെള്ളം കിട്ടും, എവിടെ വെള്ളമുണ്ട്, അവനൊന്നും അറിയാൻ സാധിക്കുന്നില്ല. ഈ അവസരത്തിൽ തവള ഒരു ചെളിക്കുണ്ടിലിരുന്ന് ശബ്ദം പുറപ്പെടുവിച്ചു. അപ്പോൾ തവളയുടെ ശബ്ദം കേട്ടപ്പോൾ, തവളകൾ സാധാരണ കുളത്തിലാണല്ലോ വസിക്കുക, അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലത്താണല്ലോ അവര് ജീവിക്കുക. അതൊരു വെള്ളമുള്ള സ്ഥലമാണെന്ന് കരുതി ആ തവളയുടെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ആന അവിടെ ചെല്ലുകയും അവിടെ അതിലിറങ്ങി ചെളിയിൽ പൂണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ആന അവിടെ ചത്തുപോയി, തിരിച്ചു കയറാൻ സാധിക്കാതെ. അങ്ങനെ ബലം കൊണ്ട്, ശക്തി കൊണ്ട്, കൂട്ടുബലം കൊണ്ട് ദുർബലരായ ഈ പക്ഷികൾ ഈ ആനയെ കൊന്ന കഥ പിഴക്കോഴി കുളക്കോഴിയെ പറഞ്ഞു ധരിപ്പിച്ചു. എന്നിട്ട് ഇപ്രകാരം ഉപദേശിച്ചു: നിങ്ങളങ്ങനെ സമുദ്രത്തോട് മല്ലടിക്കാൻ പോവുകയാണെങ്കിൽ കൂട്ടാളികളായ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് പക്ഷികളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോവുക. ഒരു സംഘം ചേർന്ന ദുർബലർക്ക് ശക്തനായ ശത്രുവിനെ വീഴ്ത്താൻ സാധിക്കും. തുച്ഛരാണെങ്കിലും വളരെ പേർ ഒന്നു ചേർന്നാൽ ശത്രു എത്ര ബലവാനാണെങ്കിലും അവന്റെ ബലം ഈ ആൾബലത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതാകും. ഇത് ശരിയാണെന്ന് കുളക്കോഴിക്ക് തോന്നി. അവൻ പിടക്കോഴിയുടെ ബുദ്ധിയെ പ്രശംസിച്ചതിന് ശേഷം, അവൾക്കൊരു കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞതിന് ശേഷം മറ്റ് പക്ഷികളെ കാണാൻ പുറപ്പെട്ടു. അവൻ പോയി കൊറ്റി, പ്രാവ്, അരയന്നം, കാക്ക, അതുപോലെയുള്ള മറ്റ് പല പക്ഷികളെ കണ്ട് അവന്റെ സങ്കടം ഉണർത്തിച്ചു. അവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആലോചിച്ചു. അപ്പോൾ അതിലെ കൗശലക്കാരനായ കാക്ക പറഞ്ഞു: നമ്മള് ചെറുപക്ഷികളാണ്, നമ്മളുടെ നേതാവുണ്ടല്ലോ, നമ്മുടെ രാജാവ് ഗരുഡൻ, അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹം ഉണ്ടെങ്കിൽ, നേതാവുണ്ടെങ്കിലല്ലേ സൈന്യത്തിന് ബലമുള്ളൂ. അപ്പൊ അങ്ങനെ കാക്കയുടെ ഉപദേശം സ്വീകരിച്ച് ഈ പക്ഷികളെല്ലാം കൂടി ഗരുഡന്റെ അടുത്ത് ചെന്നു. ഗരുഡനെ കണ്ട് കാര്യം ഉണർത്തിച്ചു. ഗരുഡന് സങ്കടമായി. എന്താണ് ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ആലോചിച്ചു. ഈ സമയത്ത് വിഷ്ണുവിന്റെ വാഹനമാണല്ലോ ഗരുഡൻ. ഗരുഡനെ വിഷ്ണു സ്മരിച്ചു. അപ്പോ ഗരുഡൻ വളരെ സങ്കടത്തോടെ വിഷ്ണുവിന്റെ അടുത്ത് ചെന്നു, മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്നു, ചോദിച്ചു: ഭഗവാൻ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു: നിനക്കെന്തോ ഒരു സങ്കടം പോലെ തോന്നുന്നു, അതെന്താണെന്ന് അറിയാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. അപ്പൊ ഗരുഡൻ പറഞ്ഞു: ഞങ്ങൾ പക്ഷികൾ ബലഹീനരാണ്. എൻ്റെ ഒരു ഉത്തമ സുഹൃത്തും ഈ പക്ഷികളിലെ ഒരു പ്രധാനപ്പെട്ട ആളുമായ ഒരു കുളക്കോഴിയുടെ മുട്ട സമുദ്രം അപഹരിച്ചുകൊണ്ട് പോയി. അതെങ്ങനെ തിരിച്ചു കിട്ടും, അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുകയാണ്. അതാണ് എൻ്റെ വിഷമത്തിന് കാരണം. ഞാൻ അവരുടെ രാജാവാണല്ലോ, അവരുടെ നേതാവാണല്ലോ. എനിക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആണ് വന്നിരിക്കുന്നത്. ഭഗവാൻ ഇടപെട്ട് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ചിന്തിച്ചു: ഭൃത്യന്റെ അപമാനം യജമാന്റെ അപമാനം തന്നെയാണ്. അപ്പോൾ ഭൃത്യന് ഒരു അപമാനം ഉണ്ടായാൽ അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കേണ്ടത് യജമാന്റെ ഒരു കടമയും കൂടിയാണ്. അതുകൊണ്ട് സമുദ്രത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ മഹാവിഷ്ണു തീരുമാനിച്ചു. അദ്ദേഹം രാഗ്നേയാസ്ത്രം സമുദ്രത്തിനെതിരെ തൊടുക്കാനായിട്ട് ആരംഭിച്ചു. ഇത് കണ്ടപ്പോൾ സമുദ്രം ഭയപ്പെട്ടു. സമുദ്രം ഭയപ്പെട്ട് മഹാവിഷ്ണുവിനോട് കേണപേക്ഷിച്ചു: എന്നെ നശിപ്പിക്കാൻ ഒരുമ്പെടരുത്, എന്താണ് അതിന്റെ കാരണം? അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു: അതിന്റെ കാരണം എന്താണെന്ന് നീ ഗരുഡനോട് ചോദിക്കുക. ഗരുഡനോട് ആരാഞ്ഞപ്പോൾ ഗരുഡൻ പറഞ്ഞു: പാവം കുളക്കോഴിയുടെ മുട്ട നീ അപഹരിച്ചുകൊണ്ട് പോയില്ലേ, അത് തിരിച്ചു കൊടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ നിന്നെ നശിപ്പിക്കും. ഇതറിഞ്ഞപ്പോൾ സമുദ്രം ഭയപ്പെട്ട് കുളക്കോഴിയുടെ മുട്ട എവിടുന്ന് അത് വഹിച്ചുകൊണ്ട് പോയോ അവിടെ തന്നെ തിരിച്ചു കൊണ്ടേ വെച്ചു. കുളക്കോഴിക്ക് മുട്ട കിട്ടി, പിടക്കോഴിക്ക് സന്തോഷമായി. പിടക്കോഴി പറഞ്ഞു: അതാണ് ഞാൻ പറയുന്നത്, ഒരു കൂട്ടം ആൾക്കാർ ദുർബലരാണെങ്കിലും ഒന്നിച്ചു ചേർന്നാൽ പ്രബലനായ ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളത്. ദമനകൻ പറഞ്ഞു: അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശത്രുവിന്റെ പരാക്രമം എന്താണെന്ന് മനസ്സിലാക്കാതെ അവനോട് യുദ്ധത്തിന് ഒരുമ്പെടുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് നീ എന്തെങ്കിലും ഉപായം പ്രയോഗിച്ച് അവനെ നേരിടാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ ഈ നാട് വിട്ട്, ഈ കാട് വിട്ട് എവിടെയെങ്കിലും പോയി ഒളിക്കണം, രക്ഷപ്പെടണം. സജീവകൻ പറഞ്ഞു: ഓടിപ്പോകുന്നത് ഉചിതമല്ല,
പിങ്കളകൻ ഇന്ന് വരെ എന്നോട് സ്നേഹഭാവേന മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, നന്മ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇങ്ങനെയിരിക്കെ അവൻ എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് എങ്ങനെ മനസ്സിലാക്കാം? അവൻ എനിക്കെതിരെ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ദമനകൻ പറഞ്ഞു, നക്കി തുടച്ചിരിക്കുക, രൂക്ഷമായി നോക്കുക, മാറി ഒതുങ്ങിയിരിക്കുക, കണ്ണ് ചുമന്നിരിക്കുക, വാല് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ അവൻ നിന്നെ കൊല്ലാനായിട്ട്, നിന്നെ ആക്രമിക്കാൻ ഒരുമ്പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാൻ പറഞ്ഞ വിവരം ആരോടും പറയരുത്, ഇത് രഹസ്യമായി വെക്കുക. ഉചിതമായത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇത് പറഞ്ഞ് ദമനകൻ സജീവകന്റെ അടുത്ത് നിന്ന് പോയി. കരടകൻ അപ്പോൾ ദമനകനെ കണ്ടപ്പോൾ ചോദിച്ചു, നീ എന്ത് ചെയ്തു? നീ എന്താണ് പ്രവർത്തിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് സിംഹവും കാളയും തമ്മിൽ ശത്രുതയ്ക്കുള്ള വിത്ത് വിതച്ചിട്ട് ഞാൻ പോന്നു. അപ്പോൾ കരടകൻ പറഞ്ഞു, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന രണ്ട് സുഹൃത്തുക്കളെ, ഉത്തമ സുഹൃത്തുക്കളെ ഏഷണി കൊണ്ട് നീ ഭിന്നിപ്പിച്ച് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു ഹീനപ്രവൃത്തിയാണ്. ഈ ഹീനപ്രവൃത്തി ചെയ്യുന്നവര് ഒരു കാലത്തും രക്ഷപ്പെടുകയില്ല. വിധി അവനെ നേരിട്ട് പരാജയപ്പെടുത്തും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ദമനകൻ പറഞ്ഞു, വിധി വിധി എന്ന് പറഞ്ഞിരിക്കുന്നവൻ ഹീനപുരുഷന്മാരാണ്. ഉത്തമ പുരുഷൻ അത്യുത്സാഹത്തോടുകൂടി അധ്വാനിക്കണം, ശത്രുക്കളെ പരാജയപ്പെടുത്തണം, അതോടൊപ്പം തന്നെ സ്വന്തം കാര്യം നേടുകയും ചെയ്യണം. എന്റെ മന്ത്രിസ്ഥാനം അപകരിച്ചുകൊണ്ട് പോയവനാണ് സജീവൻ. അവനെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് വേണം എനിക്ക് ആ സ്ഥാനത്തെത്താൻ. അതുകൊണ്ട് യാതൊരു കാരണവശാലും വിധി വിധി എന്നും പറഞ്ഞ് പ്രയത്നിക്കാതെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ കൗശലം കൊണ്ട് ഞാൻ എന്റെ കാര്യം നേടി. ഇത് കേട്ടപ്പോൾ കരടകൻ തലയിൽ കൈവച്ചു പോയി. അവൻ പറഞ്ഞു, വളരെ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന ആ രണ്ടുപേരെ എന്തു പറഞ്ഞാലും നീ ഭിന്നിപ്പിച്ചത് ശരിയായില്ല. പക്ഷെ ദമനകന് അതത്ര രസിച്ചില്ല. അവൻ പറഞ്ഞു, എന്റെ മന്ത്രി സ്ഥാനം അപകരിച്ച സജീവനെ കൊല്ലുകയോ കാടിന്റെ അതിർത്തി വിട്ട് ഓടിക്കുകയോ ചെയ്യണം. ശത്രുവിനെയും രോഗത്തെയും വളരാൻ അനുവദിച്ചാൽ അത് നമ്മുടെ നാശത്തിന് കാരണമായേ ഭവിക്കുള്ളൂ. അതുപോലെ തന്നെ ദുർജനങ്ങളെ സ്വന്തം സ്ഥാനത്ത് അവരോധിച്ചാൽ അവനവന് തന്നെ നഷ്ടം വരും. എന്റെ മന്ത്രിസ്ഥാനം എനിക്ക് തിരികെ കിട്ടിയേ ഒക്കൂ. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്നതിൽ തെറ്റില്ല. മനസ്സ് കഠിനമാക്കി, സംസാരം മധുരമാക്കി ശത്രുവിനെ നേരിടണം. ശത്രുക്കളെ ഓടിച്ച് അവനവന്റെ കാര്യം നോക്കുന്നവൻ സമർത്ഥനായ കുറുക്കനെ പോലെ അതിന്റെ സന്തോഷവും നല്ല ഫലവും അനുഭവിക്കും. ഈ കഥ കേട്ടിട്ടില്ലേ? കരടകന്റെ ആവശ്യപ്രകാരം ദമനകൻ ഒരു കഥ പറഞ്ഞു. അതാണ് 17ാമത്തെ കഥ. സുഹൃത്തുക്കളെ, ആ കഥ നമുക്ക് നാളെ ശ്രമിക്കാം. ഇന്ന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.